ട്രംപ് അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ഒരു രാജ്യം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോകുന്ന വാർത്തകൾ നാം കണ്ടതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനിലും പ്രധാനപ്പെട്ട അവരുടെ പ്രൊജക്റ്റുകൾ നിർത്താൻ തുടങ്ങുന്നു. ട്രംപ് ഔദ്യോഗികമായി തന്നെ US എംബസി വഴി പാകിസ്ഥാനെ നിങ്ങൾക്കുള്ള സഹായം നിർത്തുന്ന വിവരം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേലും ഈജിപ്തും ഒഴിച്ചുള്ള രാജ്യങ്ങളിലേക്കുള്ള സഹായങ്ങൾ ട്രംപ് ഭരണകൂടം നിർത്തലാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന 5 പ്രധാന പ്രൊജക്റ്റുകൾ സ്തംഭനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പവർ സെക്ടർ ഇംപ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റി, പാകിസ്ഥാൻ പ്രൈവറ്റ് സെക്ടർ എനർജി ആക്ടിവിറ്റി, എനർജി സെക്ടർ അഡ്വൈസറി സർവീസ് പ്രൊജക്റ്റ്, ക്ലീൻ എനർജി ലോൺ പോർട്ട്ഫോളിയോ ഗ്യാരണ്ടി പ്രോഗ്രാം, ഇതെല്ലാം തന്നെ ഇപ്പോൾ നിശ്ചലാവസ്ഥയിലേക്ക് നിൽക്കുന്നു. ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും വ്യത്യസ്തമായി പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഈ ട്രംപ് ഭരണകൂടം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നീട് പുനഃപരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ പുനഃപരിശോധനയേയില്ല. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പിന്നീട് ഈ ഫണ്ടുകളും മറ്റും നൽകുന്ന കാര്യത്തിൽ പിന്നീട് ഒരു തീരുമാനം ഉണ്ടാകും. അത് ഞങ്ങൾ പിന്നീട് പുനഃപരിശോധിച്ച് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അവരുടെ മുമ്പോട്ടുള്ള വലിയ ഊർജ്ജ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മണിക്കൂറുകളോളം നീളുന്ന പവർ കട്ടും അമിതമായ വൈദ്യുതി ചാർജും ജനങ്ങളെ തെരുവുകളിലെത്തി പ്രക്ഷോഭത്തിലേക്ക് നയിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോഴും അത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളും നീരസവുമൊക്കെ പാക് ഭരണകൂടം നേരിടുന്നുണ്ട്. അവിടെയാണ് അവരുടെ പ്രധാനപ്പെട്ട 5 ഊർജ്ജ പ്രൊജക്റ്റുകൾ സ്തംഭനത്തിലാക്കിക്കൊണ്ട് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.